സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, അയാൾ കേരളത്തിൻ്റെ മുഴുവൻ നൊമ്പരമായി മാറി. മലയാളികൾ പ്രാർത്ഥനകളോടെ കാത്തിരുന്നത് ആ ചെറുപ്പക്കാരുടെ തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു. കണ്ണാടിക്കലിലെ കുടുംബം മാത്രമല്ല, മലയാളികൾ ഒന്നടങ്കം സ്വന്തം സഹോദരനെ പോലെ നെഞ്ചേറ്റിയ അർജുനനെ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. ആ ശുഭകരമായ വിവരം, ആ ലോറിയെക്കുറിച്ചുള്ള വിവരം, ആ ലോറിയുടെ ക്യാബിനെ കുറിച്ചുള്ള വിവരം, അതുപോലെ തന്നെ അർജുൻ എവിടെയുണ്ടെന്ന കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗികമായ മിഷൻ ശിരൂർ 11-ാം ദിനം. കാർവാർ MLA സത്യസന്ധതയിൽ നമുക്ക് ചേരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ആക്ച്വൽ പ്ലാൻ? ഉറപ്പായും അങ്ങനെ വേണം കരുതാൻ. ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ദൗത്യം ഇപ്പോൾ തട്ടി നിൽക്കുന്നത് നമ്മുടെ നേവി ഡൈവേർഷൻ കെട്ടിടത്തിനുള്ളിൽ ഇറങ്ങാൻ കഴിയാത്ത പ്രധാനമായും അത് തട്ടി നിൽക്കുകയാണ്. ആ ദുരന്ത വാർത്ത ഷിരൂരിൽ നിന്ന് പുറത്തു വന്നത് മുതൽ കാത്തിരിപ്പിലാണ് ഈ വീട്. വാർത്തകൾ മാറി മാറി വന്നു. പ്രതീക്ഷകളുമായി പലരും ഈ വീട്ടിലെത്തി. മണ്ണിനടിയിൽ ഇത്രയും ദിവസം ഒരാൾ അതിജീവിക്കുമോ എന്ന യാഥാർത്ഥ്യം പകൽ പോലെ വ്യക്തമെങ്കിലും അവൻ തിരിച്ചുവരുമെന്ന് കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ആശ്വസിച്ചു. എപ്പോഴൊക്കെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായോ അപ്പോഴൊക്കെ അവർ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. അവൻ മടങ്ങി വരാനുള്ള പല സാധ്യതകൾ സ്വയം നെയ്ത് കഥകളാക്കിക്കൊണ്ടേയിരുന്നു. അതിനിടെ കണ്ടവരെയെല്ലാം കൈകൂപ്പി വണങ്ങി ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു: തിരികെ വേണം അർജുനനെ. നീണ്ട 72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മലയാളികളുടെ ആകെ പ്രതീക്ഷകൾ താളം തെറ്റിച്ച് ആ വാർത്തയെത്തി. സുപ്രധാനമായ വാർത്ത വരുന്നു. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ആഴ്ചകളായി മലയാളികൾ കാത്തിരിക്കുന്നത് ഈ നിമിഷത്തിനായിരുന്നു. അർജുന്റെ ലോറി എവിടെയാ? അർജുന്റെ വീടിന് പുറകിലൂടെ ഒഴുകുന്ന പൂനൂർ പുഴ അന്ന് ശാന്തം. വീട്ടിലേക്കുള്ള വഴികളിൽ പക്ഷേ ജനപ്രവാഹം. മലയാളികൾക്കും കണ്ണാടിക്കലിനും ഇടയിലുള്ള ദൂരം അർജുൻ എന്ന ഒറ്റ വാക്കിലേക്ക് ചുരുങ്ങി. വിതുമ്പലോടെ നാട് പ്രിയപുത്രന് വിട നൽകി. അർജുനില്ല എന്ന യാഥാർത്ഥ്യം ഇനിയും ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഈ വീട് ഇപ്പോഴും കാത്തിരിപ്പിലാണ്. നിഖിൽ പ്രമേഷ്, 24, കോഴിക്കോട്.